അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് മദർലാൻഡ് മസാല സോഡ കുടിച്ചിട്ട് പുറത്തിറങ്ങി. പിന്നെ എങ്ങോട്ട് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറോളം റണ്ണിങ് ഉണ്ട്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ടാവും. അപ്പോൾ ഇനി പോണ വഴിക്കല്ല എന്നൊരു കൊല്ലംകോട് അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അതിനുള്ള യാത്രയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊല്ലംകോട് എത്തിയപ്പോഴത്തേന് ഏകദേശം 6:30 ആയിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് കൊല്ലംകോട് നിന്ന് ഏകദേശം ഉള്ളിലേക്ക് പോകണം 5.5 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകണം സീതാർകുണ്ടക്ക്. കുടിയിലടം തൊട്ടടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൊല്ലംകോട് നിന്ന് ഒരു അണ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ താമസിച്ചിട്ട് നിന്നിട്ട് പോയാൽ മതി, ഇപ്പം നിങ്ങൾ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, 5 മണിക്കൂറോളം പിന്നെ വെറുതെ എണ്ണ കത്തിച്ചിട്ട് കാര്യമില്ലയെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ട് ജസ്റ്റ് ഏതായാലും ഇതുവരെ എത്തി ഇത്രയും റിസ്ക് എടുത്തിട്ട്, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ സീതാർകുണ്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് നേരെ പിടിച്ചു. ഇവിടുന്ന് 6 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ സീതാർകുണ്ടക്ക്. അങ്ങനെ കൊല്ലംകോട് എത്തിയപ്പോഴത്തേന് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും വൈകുന്നേരം ആൾക്കാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് പോണ ഒരു ടൈമും കൂടിയായിരുന്നു. പിന്നെ കൊല്ലംകോടുക്കുള്ളൊരു ബോർഡ് റോഡ് സൈഡിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ അവിടുന്ന് വേറെ അങ്ങോട്ട് തിരുമ്പോൾ റൈറ്റിക്ക് തിരുമ്പോൾ അവിടെയും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നമ്മൾ പോകാണ്ട് സീതാർകുണ്ടക്ക്. ഞങ്ങൾ കുടിലടം ഇവിടെ ഇരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് അത് കണ്ടിട്ട് നേരെ സീതാർകുണ്ടക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. ഞങ്ങൾ മാപ്പ് ചതിച്ചു. കുറേ പോയിട്ട് ഞങ്ങൾ നോക്കിയിട്ടും ഈ ഒരു സംഭവം കിട്ടുന്നില്ല. അത് ബാക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ഇനി ബാക്കൊക്കെ പോകാറ് കഴിഞ്ഞാൽ എവിടെ എത്തിപ്പെടില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ പിടിച്ചു. നമ്മൾ പോണ വഴിക്ക് ആ ഒരു സീതാർകുണ്ടിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ നല്ലൊരു വ്യൂ ഉണ്ട്. സീതാർകുണ്ടിൻ്റെ വ്യൂ അല്ല, അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയുടെ മുകൾക്ക് എത്തിപ്പെടാണ്ട് നമ്മളെ പാടും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഒരു വീട് ഒഴിഞ്ഞിടക്കുന്ന വീടൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തി വണ്ടി. ഈ ഒരു സ്പോട്ടാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ മഴ പെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷനാണ് ഇത് കേട്ടോ. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. വണ്ടിമുണ്ടാകുന്ന ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് കാറ്റ് പാടത്തേക്ക് കൊണ്ടുപോയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇതാണ് പിന്നെ നമ്മളെ കൊല്ലംകോട് വരുമ്പോൾ ഒരു വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വീടാണ് ഇത്. ഇവിടെ ഇപ്പം ഈ ഒരു മരം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പക്ഷേ ഇപ്പോഴല്ല, ആ നെല്ലൊക്കെ വളർന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു വീടൊക്കെ കൊല്ലംകോടിൻ്റെ നമ്മൾ സീതാർകുണ്ടിൻ്റെ അടുക്ക് എത്തുമ്പോൾ കൊല്ലംകോടിന് തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു വീടാണ് ആ കാണുന്നത്, ആ സൈറ്റ്. ഞങ്ങൾ വീണ്ടും അവിടുന്ന് പോന്നിട്ട് പറഞ്ഞാൽ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് എവിടെയും എത്തിപ്പെടാത്ത ഒരു പോരലായി ഈ ഒരു കൊല്ലംകോടിൻ്റെ കാഴ്ചക്ക് കാണാൻ വേണ്ടിയിട്ട്. വണ്ടികളൊക്കെ ഏകദേശം നിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ വണ്ടികളും തിരിച്ചു പോരുന്ന ഒരു ടൈമും കൂടിയായിരുന്നു. നമ്മൾ ഉള്ളിലേക്ക് പോകും തോറും ഇരുട്ട് കൂടിയിട്ട് വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും വെച്ച് പിടിച്ച് നമുക്ക് എന്താ കാണാൻ പറ്റിയെന്ന് വെച്ചാൽ അത് കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ മുകളിൽ നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റിയ സൗകര്യമാണ്. അത് അവിടുന്ന് നമുക്ക് ആ കൊല്ലംകോട് നിന്ന് അണ്ണൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് നിന്ന് അവിടെ കുളിക്കാനൊക്കെ പറ്റിയ സൗകര്യം ഉണ്ടാകുന്നുള്ളത്. പോണ വഴിക്ക് പിന്നെ ഞങ്ങളിങ്ങനെ ഓരോരുത്തരും ഊണ് റെഡി, പിന്നെ പേ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ വെക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഉറപ്പിച്ച് ഈ ഒരു സൈറ്റിലേക്കാരം മിക്കവാറും ഇവിടെ എത്തിക്കണമെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേന് നല്ല ഇരുട്ടായിരുന്നു. ഞാൻ ഇതിൽ ഫ്ലാഷ് എടുത്തൊരു സിറ്റുവേഷനാണ്. ഇവിടെ ഏകദേശം ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിനിപ്പോൾ വന്നിട്ട് എന്തായാലും വെള്ളച്ചാട്ടമെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. ഇതിൻ്റെ മുകൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ താഴത്ത് മാത്രം നിന്നു. അപ്പോൾ വെള്ളം ചാട്ടുന്ന ഒരു ചെറിയൊരു സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല കുത്തൊഴുക്കുള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതൊന്നും കാണാൻ പറ്റാത്ത, കുടിലടവും കാണാൻ പറ്റിയില്ല, വ്യൂ പോയിൻറ്റുകളും കാണാൻ പറ്റില്ല. സീതാർകുണ്ടിന് ജസ്റ്റ് ഒരു പേരിന് വെള്ളച്ചാട്ടം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയുള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആക്കാമെന്നുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടിയിട്ട് ഞാൻ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. ഇനി
ഞങ്ങളെ ഇപ്പോഴത്തെ ഒരു വീഡിയോ ഫുള്ള് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞു. ഞങ്ങളൊരു ട്രിപ്പിന് ആകെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വന്നത് വെറും 630 രൂപ മാത്രം. ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾ കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.